വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീനാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് തന്നെ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പറായിട്ട് റെസിപ്പിയാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. പിന്നെ നന്നായിട്ട് വയറ് ഫില്ലാവും. പിന്നെന്താ, ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഇത് പ്രസ് ചെയ്യുക. പിന്നെന്ന് വെച്ചാൽ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് കുറച്ച് ഗ്രീൻ പീസ് ആണ്. ഇത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം അതിന് നിരപ്പിന് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരുന്നതാണ്, പിന്നെ ഞാൻ ഒന്നും കൂടെ കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് ആ ഗ്രീൻ പീസിന് കറക്റ്റ് ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഒലിവ് ഓയിലോ പിന്നെ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെന്ത രീതിയിൽ കിട്ടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ 3-4 വിസിലെങ്കിലും അടിച്ചില്ലെങ്കിൽ വേവില്ല. അപ്പോൾ ഒരു സവാള, ഒരു അര തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചെറുതായിട്ട് കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഒരു സവാള ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു സവാള മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചോറ് വെക്കുന്നുണ്ട്. നമ്മൾ മട്ടരി വെച്ചിട്ടാട്ടോ റൈസ് വയ്ക്കുന്നത്. അപ്പം ചോറും സാമ്പാറുമാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ലഞ്ചിനുള്ള പ്രിപ്പറേഷനും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ചായ കുടിക്കുന്ന ഒരാളല്ല, എന്നാലും ചായ കുടിക്കാൻ തോന്നുവാണെങ്കിൽ ചായ ഇടാറുണ്ട്. അപ്പം ഞാനിന്ന് ഗ്രീൻ പീസ് മസാലയും ചായയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇവിടെ കിട്ടാറില്ല. ചേന, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കിഴങ്ങൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ഇന്ന് മേടിക്കാൻ പോകണം. അപ്പോൾ സാമ്പാറിനുള്ളത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത്ര ഓയിൽ വേണമെന്നില്ല, കുറച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് സവോളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് വാടി അങ്ങ് ഉടയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഞ്ചി ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് സവോള ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു അര തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത്, തക്കാളി ഉടഞ്ഞു മാറിയൊന്നും വേണ്ട. അപ്പോഴേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ മോള് കഴിക്കില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ അവൾക്കും ഇഷ്ടപ്പെട്ട് അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ പ്ലേറ്റോടെ മേടിച്ചുകൊണ്ട് വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് സാമ്പാറിന് വേണ്ടിയിട്ട് പച്ചക്കറി വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒന്ന് താളിച്ച് കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഞാൻ സാമ്പാറിലേക്ക് ഒഴിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ സാമ്പാർ. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിക്കാറുണ്ട്. അപ്പോൾ പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സാമ്പാർ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ സാമ്പാർ ഇവിടെ റെഡിയാണ്. പിന്നെ സാമ്പാർ നല്ല തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പഴുതനങ്ങയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കായോ ചേർത്ത് കൊടുത്താൽ സാമ്പാർ നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ സാമ്പാറിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും സാമ്പാർ വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് രാത്രിയിലും രാവിലെയും കഴിക്കാൻ കാണും. അപ്പോൾ ഇന്ന് സാമ്പാർ ആയതുകൊണ്ട് ഞാൻ രാത്രിയിലേക്ക് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഡിന്നറിനുള്ള കറി വേറെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പം സാമ്പാറാണ് ഇന്ന് ഡിന്നറിനും. അപ്പോൾ പിന്നെ നമുക്കൊരു മെഴുക്കുവരട്ടി മസ്റ്റാണ്. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. വെണ്ടയ്ക്ക് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. വെണ്ടയ്ക്ക ഒരിക്കലും കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്. കഴുകിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ താഴ്ഭാഗവും കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമില്ല, ഒരു ചുമ്മാ ചിലർ വട്ടത്തിലരിയും ചിലർ നീളത്തിലരിയും. ഞാൻ സ്ലൈസ് ചെയ്തായിട്ടായിരുന്നു എടുത്തത്.
അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചോറ് ഞാൻ ഊറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ചോറിലേക്ക് ഒഴിക്കും. അപ്പം ചോറ് നല്ല വിട്ട് ഓരോ അരി വിട്ട് കിട്ടും. അല്ലെങ്കിൽ ചോറിങ്ങനെ ഒട്ടിയിരിക്കും. നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും ഞാൻ ചെറുനാരങ്ങ ഒരു അര ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം വെണ്ടയ്ക്ക ഒരുമായി കുഴഞ്ഞിരിക്കില്ല. അപ്പോൾ അരി അരയ്ക്കാനുള്ള അരിയൊക്കെ ഇന്ന് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉച്ചയ്ക്ക് അരച്ച് വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും നന്നായിട്ട് മാവ് പുളിച്ചിരിക്കും. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാവ് ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നാലേ മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടത്തുള്ളൂ, നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടക്കത്തുള്ളൂ. നമ്മൾ മാവ് പുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ ഒരു കുഞ്ഞ് ക്ലിപ്പിങ്സ് കൂടെ ഞാൻ ആഡ് ചെയ്തേ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.